ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാര്യ ജോലിക്ക് പോയിട്ട് കയറി വരുന്നത്. ബാങ്കിലെ ജോലിയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ബാങ്കിലെ ജോലിയും കാര്യങ്ങളും അതിൻ്റെ ടെൻഷനെ പറ്റിയൊക്കെ പുള്ളിക്കാരി പറയുമ്പോഴേക്കും എന്നാൽ പിന്നെ ജോലി അങ്ങ് വേണ്ടെന്ന് വെച്ചുകൂടാന്ന് ചോദിച്ചു. വേണ്ടെന്ന് വെക്കാനോ? എന്നിട്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് ബാലചന്ദ്രൻ്റെ മുന്നിൽ കൈ നീട്ടണോ അല്ലേന്ന് ചോദിച്ചു. വേണ്ട, ആവശ്യമുള്ള കാശ് നീ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തോളാൻ പറഞ്ഞു. വേണ്ട, എനിക്ക് എൻ്റെ പ്രയത്നം കൊണ്ട് ജീവിച്ചാൽ മതി, ആരുടെയും ഔദാര്യമൊന്നും എനിക്ക് വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ ജോലി ഇല്ല എന്നുള്ളൊരു കോംപ്ലക്സ് ആണ് പ്രശ്നമെങ്കിൽ ജ്വല്ലറിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്തോ, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ശമ്പളവും എടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞാനേ കൊല്ലപ്പള്ളി മാളിക വീട്ടിൽ കുഞ്ഞിരാമമേനോൻ്റെ മകളാണെന്നുള്ള കാര്യം പുള്ളിക്കാരി അങ്ങ് പറയുക. നെടുമ്പുരയ്ക്കൽ വീട്ടുകാരെ കൈതക്കൽ തറവാട്ടുകാരുടെ ആശ്രിതരായിരുന്നു ഒരു കാലത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡയലോഗ് ഇറക്കിക്കൊണ്ടിരിക്കാം. എന്നാ ഈ പണവും പത്രാസമൊക്കെ ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പം നിനക്ക് ഈ ജന്മത്ത് ആ കോംപ്ലക്സ് മാറി കിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം കോംപ്ലക്സ് അല്ല, അത് അഭിമാനമാണെന്ന് ഭാര്യ ഭർത്താവിനോട് പറയാം. കൈതകൾ തറവാട്ടുകാര് ശമ്പളക്കാരെ വെച്ച് ജോലി ചെയ്യിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ അതെല്ലാം പറഞ്ഞു. നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ ശമ്പളക്കാരിയായിട്ട് ജോലി ചെയ്യേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് ഇറക്കുമ്പം കാലം മാറി വരുമ്പോൾ ഉടയോൻ അടിയാനാവുകയും ചെയ്യും. ലോക ചരിത്രം അതാണെന്നൊക്കെ പറഞ്ഞ് പഴങ്കഥായി ഇറക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ പേര് വിഡ്ഢിയെന്നാണെന്നൊക്കെ പറയുക. ദുരഭിമാനം പറഞ്ഞുകൊണ്ടിരിക്കാതെ കാലത്തിനൊത്ത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയണമെന്നൊക്കെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ ബാലൻ. പിന്നെ ബാലചന്ദ്രൻ അങ്ങനെയായി ഈ നിലയിലെത്തിയത്, അല്ലാതെ കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് ആരും കുടഞ്ഞിട്ട് തന്നതൊന്നും അല്ല എന്നും പറഞ്ഞു. അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞപ്പോൾ, അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ ജോലി ഉപേക്ഷിക്കണമെന്ന് ബാലചന്ദ്രനത് എത്ര സാഠ്യം പിടിക്കുന്നത്? കുറേ കാലമായിട്ട് പറയുന്നതാണല്ലോ. അപ്പോൾ ഉപേക്ഷിക്കാനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ബാങ്ക് മാനേജറുടെ തെറിവിളി കേൾക്കാതെ സ്വന്തം ബാങ്കിൻ്റെ മാനേജറായിട്ട് ഇരുന്നൂടെ എന്നാണ് ചോദിച്ചത്. അതും ശമ്പളം തന്നെയല്ലേ കിട്ടുന്നത്? ബാങ്കിൻ്റെ മാനേജിങ് പാർട്ണറൊന്നും അല്ലല്ലോ. ബാങ്കിൽ നിന്ന് ജ്വല്ലറിയിൽ വന്നിരുന്ന് ജോലി ചെയ്താൽ എന്താ മെച്ചം? അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ സമയം കിട്ടും. ഇപ്പം ആരുണ്ട് അവരെ നോക്കാനായിട്ട്? സൂക്ഷിക്കേണ്ട പ്രായമല്ലേ 3 പേർക്കും. അവരെല്ലാം എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുന്നുണ്ടോ, ക്ലാസ് കട്ട് ചെയ്യുന്നുണ്ടോ, എന്ത് പഠിക്കുന്നു, ആരൊക്കെയാണ് അവരുടെ ഫ്രണ്ട്സ്, ഇത് വല്ലതും നിനക്കറിയാവോന്ന് ചോദിച്ചു. പേരൻസ് മീറ്റിങ്ങിൽ വീട്ടിൽ നിന്ന് വിളിച്ചാൽ പോലും പോകാറുണ്ടോ നീ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പോകാറുണ്ടോ? ഞാനല്ലാണ്ട് പിന്നെ വേറെ ആരാ പോകുന്നത്? അതിപ്പോൾ സമയമുള്ളവർ ആരാണെന്ന് വെച്ചാൽ അവർ പോകണമെന്ന് പറഞ്ഞു. ഈ സമയം ഉണ്ടാക്കാനുള്ള വഴിയാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്കിതിനൊക്കെ സമയം കണ്ടെത്താനായിട്ട് കഴിയും. ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് അതിനേക്കാളും അഭിമാനം ബാങ്കിലെ ജോലിക്കാരിയാണെന്ന് പറയുന്നത് തന്നെയാണെന്ന് ഈ പുള്ളിക്കാരി പറയാം. അപ്പം അവിടുന്ന് കിട്ടുന്ന നിന്റെ സാലറിയും നിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നാൽ ആ ബാങ്കിലേക്ക് കൂട്ടി നീ വെച്ചോ, കുടുംബത്തിലല്ലാണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്നാലേ അതെല്ലാം കൂടി ചേർന്ന് ഞാൻ ബാലചന്ദ്രൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, എന്നാൽ തൃപ്തിയാവോ? അയ്യോ എൻ്റെ പൊന്നെ, എനിക്ക് വേണ്ടായേ. പിള്ളേരെ ശ്രദ്ധിച്ചില്ലെങ്കിലേ അവർ തോന്നിയ വഴിക്ക് പോകും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴും ബാങ്ക് ബാലൻസ് പെരുകുന്നത് നോക്കി നിർവൃതി കൊള്ളുന്നതാണ് രസമെങ്കിലേ അങ്ങനെ തന്നെ ചെയ്തോളാം പറഞ്ഞു. അതും പറഞ്ഞ് ബാലൻ പറയുമ്പോൾ, അല്ല അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, എന്നോട് എന്തിനാ ഇങ്ങനെ വഴക്കിന് വരുന്നത്? ഞാൻ അങ്ങോട്ട് വന്നു ഇല്ലല്ലോ എന്നും പറഞ്ഞ് ഭാര്യ. അയ്യോ എൻ്റെ പൊന്നെ, ഞാൻ നിർത്തി, ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെന്താ ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞതെല്ലാം ഞാനിങ്ങ് തിരിച്ചെടുത്തു, എന്താ പോരേന്ന് ചോദിച്ചു. അങ്ങനെ അതും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കാം. അത് കഴിഞ്ഞ് പിന്നെ അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാം മനുവിൻ്റെ വീട്ടിൽ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അമ്മ വിളമ്പിയൊക്കെ കൊടുക്കുന്നു. അപ്പോൾ മക്കളും അച്ഛനും അമ്മ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ആ കുട്ടി കഴിച്ചോന്ന് ചോദിച്ചു. എനിക്കറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനുവിനോട് അന്നേരം അവർ പറയുക കേട്ടോ. ആ സമയത്ത് അനിയൻ്റെ നേരെ നമ്മുടെ മനുവിനൊരു നോട്ടം, അവൻ എന്തൊക്കെയോ ഒരു വശപ്പശക്ക് പോലെ ഫീൽ ചെയ്തു മനുവിന്. നമ്മൾ കഴിച്ചിട്ട് വിളിച്ച് കൊടുക്കാമെന്ന് അമ്മ പറഞ്ഞു. അമ്മേ, ഞങ്ങൾ കഴക്കൂട്ടത്തുനിന്ന് വരുന്ന വഴിക്ക് ഒരു കാപ്പി മാത്രമേ കുടിച്ചിട്ടുള്ളൂ, ഇന്നത്തെ ദിവസം കുട്ടി വേറെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് കരുതി വേലക്കാരി നമ്മുടെ ഒപ്പം ഊണുമേശയിൽ ഇരുത്തി ഊട്ടണമെന്നൊക്കെ ചോദിക്കുക. ആഹാരം കൊടുക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. കൊടുത്തോളാം. അമ്മയ്ക്കും കൊടുത്തിട്ടില്ല, 2 പേർക്കും കൊടുക്കാം. എന്തായാലും ഇത്രയും നേരം വിശപ്പ് സഹിച്ചില്ലേ, 1/2 മണിക്കൂറും കൂടി സഹിക്കാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടപ്പോൾ മനുവിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും കൂടെ കഴിക്കുന്ന ഈ ഒരു സമയത്ത് അനിയൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പെങ്കളൂച്ച് വന്നു കഴിക്കാനായിട്ട്. അങ്ങനെ കമലയാണെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെ എല്ലാം ഇങ്ങനെ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാനായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ശിവൻ ചോദിച്ചു, ഇതെല്ലാം നീ തന്നെ ചെയ്യേണ്ട ജോലിയല്ലേ കമലേന്ന്? അപ്പോൾ നിൻ്റെ കൈ കൊണ്ട് വേണ്ട അമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ ശിവേട്ടൻ അടുത്ത ആഴ്ച ദുബായിക്ക് തിരിച്ചു പോവല്ലേ? അതെ. എന്താ? അവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ നോക്കാനും പറയാനും പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെങ്ങനെ സാധിക്കും? എനിക്ക് അവിടെ ജോലി ചെയ്യണ്ടേന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഇവിടുത്തെ കാര്യം ഞാൻ തന്നെ നോക്കണ്ടേന്ന് ചോദിച്ചു.
ഒരു മക്കളന്നേരം ഇങ്ങനെ ഇരിക്കുക. പിന്നെ എന്തിനാ ഇതിനിടയിൽ കയറി ഇടപെടാൻ നിൽക്കുന്നതെന്ന് കമല ചോദിച്ചു വായടപ്പിക്കുക പുള്ളിയുടെ. അച്ഛന് മനസ്സിലായില്ലേ അമ്മ പറഞ്ഞത്? അച്ഛൻ അവിടെ പോയി കഴുതിയെ പോലെ പണിയെടുത്താൽ പൈസ ഇങ്ങോട്ട് അയച്ചു തന്നാൽ മാത്രം മതിയെന്ന് മനസ്സിലായില്ലേ? ഇവിടുത്തെ കാര്യങ്ങൾ അമ്മ നോക്കിക്കോളാം, അച്ഛൻ കൂടുതൽ ഭരിക്കാൻ വരണ്ടെന്നാണ് അമ്മ പറഞ്ഞതെന്ന് നമ്മുടെ മനു അത് തർജ്ജമ ചെയ്ത് കൊടുക്കുക. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കമലയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല മനു അത്രയും പറഞ്ഞതേ. പിന്നെ എന്നും പറഞ്ഞിരുന്ന മക്കൾ കഴിച്ചുകൊണ്ടിരിക്കും. അതാണോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചു അമ്മ മോനോട്. പിന്നെ അല്ലാതെ പിന്നെ എന്താ അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചു. അങ്ങനെ അവരവിടെ ഇരുന്ന് വഴക്കൊക്കെ ആയിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇവിടെ മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം നോക്കി നമ്മുടെ അലീന ഇങ്ങനെ മുത്തശ്ശിയെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് തുടച്ച് അവിടെ കിടത്തി എല്ലാം ചെയ്യുക കേട്ടോ. ആ ഒരു സമയത്ത് അലീനയോട് ഭയങ്കര സ്നേഹവും വാത്സല്യം ഒക്കെ നമ്മുടെ മുത്തശ്ശിക്ക് തോന്നുക. അങ്ങനെ ദേ ഭഗവാന്റെ ഒരു കുറിയൊക്കെ എടുത്ത് മുത്തശ്ശിയുടെ നെറ്റിയിലൊക്കെ തൊട്ടൊക്കെ കൊടുത്തു അലീന. ആ സമയത്ത് രഞ്ജു ഇതുകൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്തിട്ട് വരാൻ പറഞ്ഞ് നിർബന്ധിക്കുക. അപ്പോൾ രഞ്ജു നിന്നോടാ പറഞ്ഞത് കൊണ്ടുപോയി കൊടുക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക കേട്ടോ. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ട സമയത്ത് രഞ്ജു ആണെങ്കിൽ അതുകൊണ്ട് അങ്ങ് പോവുക. രഞ്ജു ഫുഡുമായിട്ട് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പം നല്ല മിടുക്കി കുട്ടിയായെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് ഇതൊക്കെ നല്ല വശമാണല്ലോടി കുഞ്ഞ്. അപ്പം സ്നേഹനികേതനത്തിൽ വേറെ എന്തായിരുന്നു എനിക്ക് പണി എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ എടീ ഇതങ്ങോട്ട് വാങ്ങിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു വന്നിട്ട് അലീനയോട് പറയാം. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു നിനക്ക് ഇങ്ങോട്ടൊന്ന് വന്ന് കറിയാൽ എന്താണെന്ന്. അപ്പോൾ എനിക്ക് അറയ്ക്കും വല്ലാത്തൊരു നാറ്റ എന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി പറയാം, ഈ പെങ്കൊച്ച് പറയാം. അപ്പം മുത്തശ്ശൻ മരിക്കാറായി കിടന്നപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ മുറിയിലും അതേ നാറ്റം തന്നെയാണെന്നൊക്കെ പറയുക കേട്ടോ. ആ സമയത്ത് അലീനയ്ക്ക് അത് ഭയങ്കര വിഷമമായി, മുത്തശ്ശിക്കും സങ്കടമായി. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അലീന വന്നിങ്ങ് വാങ്ങിച്ചത് മുത്തശ്ശിയുടെ അത്താഴവാ എടുത്ത് കൊടുത്തേക്കാൻ പറഞ്ഞാൽ പെണ്ണങ്ങ് പോയി കേട്ടോ. അത് അലീന കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. അതിനുശേഷം മുത്തശ്ശിയെ പതുക്കെ എഴുന്നേപ്പിച്ചിരുത്തി. എന്നിട്ട് മുത്തശ്ശിക്ക് വാരി കൊടുക്കാനായിട്ട് നോക്കുവാണേ. അങ്ങനെ അലീന അത് വാരി കൊടുക്കാൻ നോക്കിയപ്പം നീ ഇത് എനിക്കിങ്ങ് തന്നാൽ മതി മോളെ, ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അതെന്താ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ മരിക്കാൻ കിടക്കുന്നവർക്ക് വേലക്കാരിയായിട്ട് നിർത്തിയിരിക്കുന്നവർ ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. മുത്തശ്ശി ആ കുട്ടി അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതല്ലേ, അതൊന്നും നമ്മൾ എടുക്കരുത്, വിട്ടുകളഞ്ഞേക്കാനും അലീന ഇങ്ങനെ മുത്തശ്ശിയോട് പറയാം കേട്ടോ. നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുട്ടിയായതുകൊണ്ടല്ല, നിന്റെ പ്രായമുണ്ട് അവൾക്കും, നിനക്കറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു. വയസ്സായി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവൻ ഒരു വിലയും ഇല്ല എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാം. ആർക്കും എന്നെ വേണ്ട, ആർക്കും എന്നെ വേണ്ട, കണ്ടുകൂടാ എന്നെ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അങ്ങനെ മുത്തശ്ശി ഭയങ്കര കരച്ചിൽ. അലീനയാണെങ്കിൽ സമാധാനിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ മുത്തശ്ശി ഇങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞു. ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടാണോ ഞാൻ സ്നേഹനികേതനത്തിലെ വയ്യാത്ത രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്? എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ അവർക്കും കൂടി പങ്കിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് അലീന ഇങ്ങനെ മുത്തശ്ശിയോട് പറയുവാണേ. എന്നിട്ട് ഇങ്ങനെ മുത്തശ്ശിക്ക് കഞ്ഞി കോരി കൊടുക്കുക. ദേ അപ്പോൾ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്നവർക്ക് വേണ്ടി ആരും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അന്നേരം അലീനയോട് പറയുക. ഈ വീട്ടിൽ ആരും എന്നോട് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന്. പോട്ടെ, മുത്തശ്ശിയെ കൊണ്ട് ഞാൻ തോറ്റു, കഴിക്കും മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിയെ പൊന്നുപോലെ നമ്മുടെ അലീന നോക്കുക കേട്ടോ. അത് കഴിഞ്ഞ് കഴിച്ച ഭക്ഷണമായിട്ട് അലീന അടുക്കളയിലേക്ക് വരുമ്പോൾ അലീന അടുത്തേക്ക് ദേ വരുന്നു മനുവിൻ്റെ അനിയൻ. അതും വരുന്നതോ ഒരു വക വൃത്തികെട്ട നോട്ടമൊക്കെ നോക്കിക്കൊണ്ടാണ് വരുന്നത്. അലീനയോട് അപമര്യാദയായിട്ട് പെരുമാറുക എന്നുള്ളതാണ് ഇവൻ്റെ മുഖ്യ ലക്ഷ്യം. അലീനയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു ഇവൻ്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. ആടിമുടി അലീനയെ നോക്കിക്കൊണ്ട് ഇവനിങ്ങനെ നിൽക്കുക കേട്ടോ. അന്നേരം അലീന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ നോക്കിയപ്പം ഇവൻ വേഗം അലീനയുടെ വഴി അങ്ങ് തടഞ്ഞു. എന്നിട്ടിങ്ങനെ അലീനയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അലീനയ്ക്ക് ഇവനെ കണ്ടപ്പോൾ ശരിക്കും ഒരു പേടിയായി. നിനക്കെന്താ ഇത്ര വലിയ ഗൗരവം എന്നിവൻ അന്നേരത്തേക്ക് അലീനയോട് ചോദിക്കുവാണ്. അങ്ങനെ ചോദിച്ചപ്പോഴും അലീന ഇവൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. ജാടയൊന്നും കാണിക്കണ്ട കേട്ടോ, നിന്നെപ്പോലെ പല സെർവൻസും വന്ന് ജോലി ചെയ്തിട്ടുള്ള വീടാ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചെറുക്കൻ ഇങ്ങനെ പറയാം. നോക്കിയും കണ്ടൊക്കെ നിന്നാ നിനക്ക് നല്ലതാ കേട്ടോ എന്നും അലീനയോട് ഇവനിങ്ങനെ പറഞ്ഞു. ശമ്പളത്തിന് പുറമെ നല്ല ടിപ്പും തരുമെന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ എനിക്ക് ശമ്പളം മാത്രം മതി, ടിപ്പ് വേണ്ട എന്ന് അലീന ഇവനോട് പറഞ്ഞു. എന്നിട്ട് അവൻ ഇങ്ങനെ കൈ തടഞ്ഞു വെച്ചേക്കില്ലേ, കൈയൊന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ എനിക്ക് പോകായിരുന്നു എന്ന് നമ്മുടെ അലീന പറഞ്ഞു. നീ ആരാന്നാടി നിന്റെ വിചാരം? ഹരിശങ്കറിൻ്റെ അടുത്ത് നീ വേഷം കെട്ട് കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൈമാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പോയി ആരോടെങ്കിലും പറയാം. അപ്പം നീ ആരോട് പരാതി പറയാനാടി? ഇവിടെ ഞാൻ വിചാരിക്കുന്നത് പോലെ ആ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, മനസ്സിലാക്കി നീ വെച്ചോ എന്ന് ഹരി ഇങ്ങനെ പറയാം നമ്മുടെ അലീനയോട്. അലീന ഇങ്ങനെ സമീപനം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഇവൻ്റെ മുന്നിൽ, ഭയങ്കര കാലിപ്പിൽ തന്നെ. ഇവൻ എന്നിട്ട് ഇങ്ങനെ അലീനെ തന്നെ നോക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അലീന എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. ഭയങ്കര ഒരു ദുഷിച്ച നോട്ടമായിട്ട് ഇവൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ അന്നേരം അലീനയെ. അത് കഴിഞ്ഞാൽ അലീന അടുക്കളയിൽ ചെന്ന് വേസ്റ്റ് എല്ലാം ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് ഇങ്ങനെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് കമല എന്നും വെച്ചുകൊണ്ട് അങ്ങ് വന്നു. കമലയെ നോക്കിക്കൊണ്ട് അലീന ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു.
അയ്യോ ഇവിടെ ഫുഡ് ഉണ്ടെങ്കിൽ വേണം, ഇല്ലെങ്കിൽ വേണ്ട എന്ന് അലീന പറഞ്ഞു. അപ്പം നിന്നോട് ചോദിച്ചതിന് ഉത്തരം പറയാൻ പറഞ്ഞു. വേണോ വേണ്ടയോ എന്ന് ചോദിക്കുക. അപ്പം അലീന വേണം. അതങ്ങ് പറയാനെന്താ നിനക്ക് എത്ര മടി എന്ന് കമല ദേഷ്യത്തോടെ അലീനയോട് ചോദിച്ചു കേട്ടോ. കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ട്, വേണ്ടെങ്കിൽ എനിക്കതെടുത്ത് പട്ടിക്ക് കൊടുക്കണം, അതുകൊണ്ടാണ് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കമല ഇങ്ങനെ പറയുക. അപ്പം അലീനയാണെങ്കിൽ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കമല ഇതും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അപ്പോൾ അലീന അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ആ സമയത്ത് ഇത് കേട്ടുകൊണ്ട് നമ്മുടെ മനു അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്ത് വർത്തമാനം അമ്മ ഇപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞതെന്ന് മനു ചോദിച്ചു. ആ സമയത്ത് അകത്തുനിന്ന് നമ്മുടെ അലീന അത് കേൾക്കുന്നുണ്ട്. അപ്പം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അമ്മ പറഞ്ഞല്ലോ, ഒരു നോൺസെൻസ് ഡയലോഗും ഞാൻ കേട്ടല്ലോ. അലീനയ്ക്ക് ഫുഡ് വേണ്ടെങ്കിൽ അത് പട്ടിക്കെടുത്ത് കൊടുക്കണമെന്നു. അപ്പം അതിനെന്താടാ കുഴപ്പം? അതിന് പട്ടിക്ക് കൊടുക്കാൻ ഇവിടെ എന്താ വേറെ ഫുഡില്ലേ? അലീന ഫുഡ് കഴിച്ചാൽ ഇവിടുത്തെ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് മനു ചോദിക്കുക അമ്മയോട്. മിക്കവാറും കിടക്കേണ്ടി വരുമെന്ന് കമല വലിയ ധാർഷ്ട്യത്തോടു കൂടിയ മനുവിനോട് സംസാരിക്കാം. ആ സമയത്ത് അവിടെ ഇരിക്കുന്ന കഞ്ഞി നമ്മുടെ മനു കണ്ടു. അതും കഞ്ഞിക്കകത്ത് ചമ്മന്തി അച്ചാറെല്ലാം കൂടെ കലക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇതാണോ പട്ടിക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഫുഡെന്ന് മനു ചോദിച്ചു. അതെന്താന്ന് ചോദിച്ചു. അലീനൊന്നും മിണ്ടുന്നില്ല. ഈ അച്ചാറും ചമ്മന്തിയും കൂട്ടി കഞ്ഞി കുടിക്കാൻ ഏത് പട്ടി ഇവിടെ ഉള്ളതെന്ന് മനു അമ്മയോട് ചോദിക്കുക. മനു ഇത് പറയുന്നത് കേട്ടപ്പോൾ നിനക്കെന്താ ഇവിടെ കാര്യമെന്ന് അമ്മ മോനോട് ചോദിക്കുന്നു. ഓടിച്ചെന്നിട്ട് മനു അവിടെ ഇരുന്ന പാത്രങ്ങളെല്ലാം പൊക്കി നോക്കി. എല്ലാത്തിലും നിറയെ ഭക്ഷണങ്ങൾ ഇരിപ്പുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ മനു അമ്മയോട് ചോദിച്ചു, എന്താ അമ്മ ഇതെന്ന്. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിലും ഇരിപ്പുണ്ട്. അപ്പം നീ എന്തോന്ന് ചെയ്യാൻ പോവാണെന്ന് ചോദിക്കുക. ആ സമയത്ത് മനു നേരെ അടുക്കളയിലോട്ട് ചെല്ലുന്നു. അടുക്കളയിലോട്ട് ചെന്നിട്ട് അലീനയെ വിളിക്കുക, ഇങ്ങ് വരാൻ പറഞ്ഞു. എന്നിട്ടൊരു പാത്രത്തിലാക്കി അത് അലീനയ്ക്ക് കൊടുക്കുക കേട്ടോ. കമലയാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അമ്മയോടെ വന്നേ, വരാൻ പറഞ്ഞു, ഇവിടെ വരാൻ പറഞ്ഞു. ഇതൊക്കെ അമ്മ പുഴുങ്ങി തിന്നാൻ വെച്ചേക്കുന്നതാണോ എന്ന് ചോദിച്ചു. അമ്മേ ഒരുമാതിരി കുത്തിത്തിരിപ്പ് വർത്താനായിട്ട് ഇവിടെ ഇറങ്ങിയേക്കരുത് കേട്ടോ, വേണ്ടെങ്കിൽ പട്ടിക്ക് കൊടുക്കുമെന്നല്ലേ എന്ന് പറഞ്ഞു മനു ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാം. ഇതൊക്കെ ആർക്ക് കൊടുക്കാൻ അമ്മ വെച്ചിരിക്കുന്നത്? അമ്മേ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാനുള്ളതല്ലേന്നും മനു ചോദിക്കും. ഇതൊക്കെ കേട്ട് അലീന പേടിച്ച് നിൽക്കുക. അലീന നോക്കുമ്പോൾ പാത്രം നിറയെ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമായിരിക്കണത്. അലീന നടുങ്ങിപ്പോയി കേട്ടോ. എന്നിട്ട് അലീനയ്ക്ക് വെച്ചിരിക്കുന്ന കഞ്ഞിയും അലീനയും ഒന്ന് നോക്കി, അച്ചാറും ചമ്മന്തിയും കുറേ വെള്ളവും ഇച്ചിരി പറ്റും. അതൊക്കെ കണ്ടപ്പോൾ അലീനയ്ക്ക് ആകെ വിഷമമായി. അലീനയ്ക്ക് അറിയാം ഇതെങ്കിലും കിട്ടുന്നത് ഭാഗ്യമാണെന്ന്. അലീന നേരത്തേക്കും മനുവിൻ്റെ അരികിലേക്ക് അടുത്ത് ചെന്നിട്ട് മനുവിനോടായിട്ട് എനിക്ക് ആ കഞ്ഞി മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കമല ഇങ്ങനെ തുറച്ചു നോക്കുക. എനിക്കതാ ഇഷ്ടം എന്ന് നമ്മുടെ അലീന പറയുക കേട്ടോ. ആ സമയത്ത് ഇത്രയും വിഷം മനസ്സിൽ കൊണ്ടൊന്നും നടക്കരുത്, അവസാനം ചീഞ്ഞ് നാറും എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ മനു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് അലീനയോട് പിന്നെയും കലിപ്പ്. മകൻ എതിർത്ത് സംസാരിച്ചല്ലോ, അതും അമ്മയോട്. അലീന ഇങ്ങനെ തുറച്ചു നോക്കി അലീനയുടെ അടുത്തേക്ക് ചെന്നു. എന്നിങ്ങോട്ട് പൊന്തക്കാൽ വെച്ച് കയറി വന്നതേ ഉള്ളൂ. അവനെ കൊണ്ട് എന്നെ ചീത്ത പറയിപ്പിച്ചപ്പോൾ നിനക്ക് തൃപ്തി ആയില്ലോ എന്നും പറഞ്ഞുകൊണ്ട് വഴക്കിങ്ങനെ പറയാം അലീനയോട്. ഞാൻ എന്താ ചെയ്തതെന്ന് അലീന ചോദിച്ചു. നിന്നെ ഞാനൊന്നും പറയുന്നില്ലെന്നും പറഞ്ഞു കമല എവിടെ നിന്ന് തുള്ളി ഉറഞ്ഞങ്ങ് പോയി. അലീന സങ്കടത്തോടെ അവിടെ നിൽക്കുക. ഇതേ സമയത്ത് അവിടെ നമ്മുടെ രേവതിക്കുട്ടി അവരെല്ലാവരും കഴിച്ച പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെയെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് മേശപ്പുറത്ത് കുറച്ച് ഭക്ഷണം വേസ്റ്റായിട്ട് അവിടെ ഇരിക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തോരം ഭക്ഷണം അല്ലേ വേസ്റ്റാക്കി കളയുന്നത്, എൻ്റെ ദൈവമേ കഷ്ടമുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി അവിടെ നിൽക്കും. ഇത് കണ്ടപ്പോൾ അതിനെ സഹിച്ചില്ല. ഒരു നേരത്തെ അന്നത്തിന് അവർ കൊതിച്ചത് അവർക്കറിയാമല്ലോ. അങ്ങനെ രേവതിക്കുട്ടി വിഷമിച്ച് ഇങ്ങനെ ആ പാത്രത്തിലുള്ളതൊക്കെ ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഇവർ വേസ്റ്റ് ആക്കിയ ചിക്കൻ കഷ്ണമൊക്കെ ഇങ്ങനെ എടുത്ത് ഒരു പാത്രത്തിൽ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ആ വേസ്റ്റ് ആയതെല്ലാം രേവതിക്കുട്ടി കഴിക്കാനായിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്താ കട്ട് തിന്നുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് എൽസമ്മ അങ്ങോട്ടേക്ക് വന്നു. അയ്യോ അല്ലാന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ പാവം പേടിച്ച് വിറച്ചു പോയിട്ടോ. ഞങ്ങൾ കഴിച്ചപ്പോൾ നീയും കഴിച്ചതല്ലേ? അതെ, അതാ ചോദിച്ചത് എന്തിനാ കട്ട് തിന്നുന്നതെന്ന്. നിനക്ക് ആവശ്യമുള്ളത് കഴിക്കാൻ ഇവിടെ ആരെങ്കിലും നിന്നെ വിലക്കിയിട്ടുണ്ടോ എന്ന് പുള്ളിക്കാരി വന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അയ്യോ ഇത് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ, നിങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും നീ എന്താ എച്ചിൽ തിന്നാനിരിക്കുകയാണോ, നിനക്ക് നല്ല ഫുഡ് തരുന്നില്ലേ ഞങ്ങളെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരി ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും നമ്മുടെ ഗ്രേസമ്മയോ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നോക്കൂ മാമച്ചായ, അവൾ നമ്മളുടെ വെച്ചിൽ പെറുക്കി തിന്നുന്നു, അപ്പം നമ്മൾ ഇവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നില്ലെന്നല്ലേ അവർ പറയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ വഴക്ക് പറഞ്ഞു. അപ്പോൾ എന്തിനാ കൊച്ചിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അയ്യോ ഇത് വെറുതെ വേസ്റ്റാക്കി കളയുമല്ലേ, ഇതുപോലും കിട്ടാതെ എത്ര പേരെ ലോകത്ത് പട്ടിണി കിടക്കുന്നതെന്നൊക്കെ നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു. എത്ര കുഞ്ഞുങ്ങളാ, അതൊക്കെ ഓർത്തപ്പോൾ ഇത് കളയാൻ തോന്നിയില്ല നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു. വിശന്നിട്ടല്ല, വേണമായിട്ടുമല്ല എന്ന് പറഞ്ഞപ്പം പോട്ടെ സാരമില്ല, ഇനി ഇത് ആവർത്തിച്ചേക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാമച്ചൻ പറഞ്ഞു. അപ്പോൾ അപ്പോഴത്തേക്കും ഗ്രേസമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗ്രേസമ്മ ഇങ്ങനെ
പോട്ടെ ഇത്തവണത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാമച്ചൻ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുക ക്രേസമ്മയോട്. നമ്മുടെ രേവതിക്കുട്ടി ഇതെല്ലാം എടുത്തുകൊണ്ട് അങ്ങ് പോയി കേട്ടോ. രേവതിക്കുട്ടി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന ഒരു മുറിയിൽ ചുമ്മാ തറയിൽ പായും വിരിച്ച് കിടന്നുറങ്ങുക. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ നേരം വെളുത്തു. രാവിലെ തന്നെ എഴുന്നേറ്റ് മുത്തശ്ശിയുടെ കൂടെ റൂമിലാണ് കിടക്കുന്നത്. രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിങ്ങനെ തൻ്റെ ജോലികളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടുള്ള പരിപാടിയൊക്കെ നോക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പം നല്ല ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കഥയാട്ടോ നമ്മളെ തേടി ഇനിയും ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.